ഇനി നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നത് HTTP റിക്വസ്റ്റിന്റെ വേറെ മെത്തേഡാണ് പുട്ട് മെത്തേഡ് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിനു മുന്നേ ഞാനിവിടെ അവൈലബിൾ പ്ലേസസിനകത്ത് ഞാൻ കുറച്ച് കോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാനിവിടെ ഒരു പുതിയൊരു ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഫെച്ച് അവൈലബിൾ പ്ലേസസ്. വേറെ ഒന്നല്ല, നമ്മൾ ഇവിടെ ആയിരുന്നല്ലോ നേരത്തെ ഇവിടെ API വിളിച്ചുകൊണ്ടിരുന്നത്. സോ ഞാൻ ഇവിടെ API സർവീസ് ഡോട്ട് JS എന്ന് പറഞ്ഞ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഞാനൊരു പുതിയൊരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു, ഫെച്ച് അവൈലബിൾ പ്ലേസസ്. ഇവിടെയായിരിക്കും നമ്മുടെ API വിളിക്കുന്നത്. ഇത് വെക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ APIs എഴുതുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സെപ്പറേറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായി. കാരണം നമുക്ക് മൾട്ടിപ്പിൾ കോമ്പോണൻസിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു സെപ്പറേറ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി വിളിക്കും. ഓക്കെ, അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അവൈറ്റ് ആയിരിക്കും വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഒരു നാവിഗേറ്റർ ജിയോ ലൊക്കേഷൻ, നമ്മൾ കഴിഞ്ഞ യൂസ് എഫക്റ്റിന്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ബ്രൗസറിന്റെ ലൊക്കേഷൻ എടുത്തിട്ട് നമ്മൾ പ്ലേസസിനെ വെച്ച് സോർട്ട് ചെയ്ത് എടുക്കും. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫയലിൽ നിന്ന് റീഡ് ചെയ്തിട്ടാണ് പ്ലേസസ് എടുത്തിട്ട് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ API എന്ന് വിളിക്കുമ്പോൾ ആ കിട്ടുന്ന റെസ്പോൺസ് എടുത്തിട്ട് ആ റെസ്പോൺസിനകത്ത് കിട്ടുന്ന പ്ലേസസിനെ വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ സോർട്ട് ചെയ്ത് വിളിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ സെറ്റ് OBJ പ്ലേസസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിനകത്തോട്ട് അപ്ഡേറ്റ് ചെയ്തങ്ങ് കൊടുക്കും. സോ ഈ രണ്ട് ചേഞ്ചസ് ആണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് പുട്ട് മെത്തേഡ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസസ് എല്ലാം നമ്മൾ ഇവിടെ വെച്ച് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം പോകും. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് എൻഡിന്റെ ഫോൾഡറിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു യൂസർ പ്ലേസസ് എന്ന് പറഞ്ഞൊരു JSON ഫയൽ ഉണ്ട്. ഈ ഫയലിനകത്തോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത പ്ലേസസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഡീഫോൾട്ട് ഇവിടെ ഒരു empty array ആണ്. അപ്പൊ അതിന് വിളിക്കേണ്ട ഒരു API എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ആപ്പ് ഡോട്ട് പുട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇത് യൂസർ ഹൈഫൺ പ്ലേസസ് വെച്ചിട്ടായിരിക്കും നമ്മൾ വിളിക്കുന്നത്. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മൾ ഒരു അറേ ആയിരിക്കും, നമ്മൾ സെലക്ട് ചെയ്ത പ്ലേസസ് വെച്ച് ഒരു ലിസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ പാസ് ചെയ്ത് ഇതിലോട്ട് അങ്ങ് റൈറ്റ് ചെയ്യുന്നത്, യൂസർ പ്ലേസസ് ഡോട്ട് JSONലോട്ട് റൈറ്റ് ചെയ്ത് വിടുന്നത്. അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ API സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ സെയിം സാധനം നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഫംഗ്ഷനകത്ത് ഇവിടെ നമ്മൾ ഫെച്ച് അവൈലബിൾ പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റിയിട്ട് അപ്ഡേറ്റ് സെലക്ടഡ് പ്ലേസസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മളെ പാരാമീറ്റർ നമ്മളൊരു പ്ലേസസ് ലിസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് വാർ റെസ്പോൺസ് ഇത് സെയിം തന്നെ ആയിരിക്കും. ഇവിടെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ മറ്റേ ഈ ഒരു എൻഡ് പോയിന്റ് വെച്ചിട്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതിന്റെ പ്ലേസസ് മാറ്റിയിട്ട് നോർമലി നമ്മൾ ഇവിടെ ഫെച്ചിനകത്ത് ഒരു URL മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ അത് ഡീഫോൾട്ട് ഒരു ഗെറ്റ് മെത്തേഡ് ആയിരിക്കും വരുന്നത്. പക്ഷെ നമുക്കിവിടെ പുട്ട് മെത്തേഡ് ആണ് വേണ്ടത്. സോ പുട്ട് മെത്തേഡിന് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പാരാമീറ്ററിൽ നമ്മൾ അതിന് ഓപ്ഷൻസ് കൊടുക്കും. ഓക്കെ, അതൊരു ഒബ്ജക്റ്റിനകത്താണ്. ഇവിടെ നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത് പുട്ട് ആണ്, കോമ ബോഡി എന്ന് പറയുന്നത് നമ്മളുടെ പാസ് ചെയ്യുന്ന ഡേറ്റ എപ്പോഴും നമ്മൾ ഒരു JSON സ്ട്രിങ് ആക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. സോ JSON സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ stringify ആണ് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ പ്ലേസസ് എന്ന് പറഞ്ഞൊരു കീ ആയിരിക്കും കൊടുക്കുന്നത്. കാരണം ആപ്പ് ഡോട്ട് JSനകത്ത് പോയി കഴിഞ്ഞാൽ ബോഡി ഡോട്ട് പ്ലേസസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇവിടെ പ്ലേസസ് സെമിക്കോളൺ പ്ലേസസ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കീയും ഇവിടുത്തെ വാല്യൂ സെയിം ആണ്. സോ അതുകൊണ്ട് രണ്ടും സെയിം ആണെങ്കിൽ നമ്മളിത് ഒറ്റയായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഷോർട്ട് കട്ട് ആണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വേറെ പേരാണെങ്കിൽ ഇവിടെ പ്ലേസസ് 1 ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലേസസ് 1 എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ,
പക്ഷെ ഇവിടെ നമുക്ക് കീയും വാല്യൂ സെയിം നെയിം ആയതുകൊണ്ട് നമ്മളിവിടെ ഒറ്റയായിട്ട് ഇത് കൊടുത്താൽ മതി. അതങ്ങ് എടുത്തോളൂ. ഓക്കെ. ഇനി അടുത്ത നമുക്ക് ഹെഡേഴ്സ് കൊടുക്കണം. ഹെഡേഴ്സിൽ അതും ഒരു ഒബ്ജക്റ്റ് ആണ്. അവിടെ നമ്മൾ കൊടുക്കുന്നത് കണ്ടന്റ് ടൈപ്പ്. അവിടെ കണ്ടന്റ് ടൈപ്പ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളവിടെ JSON ആണ്. ഓക്കെ. ആപ്ലിക്കേഷൻ /JSON. ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത് ഓപ്ഷണൽ ആണ് ഹെഡേഴ്സ്. ഓക്കെ. ഞാനിവിടെ കൊടുത്തന്നേ ഉള്ളൂ. ഇനി ഞാനിത് സേവ് ചെയ്തിട്ട് ഞാനിവിടെ എന്ത് ചെയ്യും? ഞാനിവിടെ അവൈലബിൾ പ്ലേസസ് .jsxൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അല്ല, app.jsxനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹാൻഡിൽ സെലക്ട് പ്ലേസസ്. യെസ്, ഈ പ്ലേസസ് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഏത് പ്ലേസ് ആണോ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഹാൻഡിൽ സെലക്ട് പ്ലേസസിന്റെ ഇവിടെ തൊട്ട് താഴെ തന്നെ നമ്മളിവിടെ അവൈറ്റ് വിളിക്കും. ഓക്കെ. ഞാനിവിടെ അസിങ്ക് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. ഫംഗ്ഷന് മാത്രമാണെങ്കിൽ നമ്മളിവിടെ അസിങ്ക് കൊടുക്കണം. അസിങ്ക് ഫംഗ്ഷൻ കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ അവൈറ്റ് വിളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ അപ്ഡേറ്റ് സെലക്ടഡ് പ്ലേസസ് കൊടുക്കും. ഓക്കെ. അതിനകത്ത് നമ്മളൊരു ലിസ്റ്റ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മൾ സെലക്ടഡ് പ്ലേസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസ് കോമ കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസസ് മാത്രമായിരിക്കില്ല, നമ്മൾ അതിന്റെ കൂടെ ബാക്കിയുള്ള പ്ലേസസ് കാണുമായിരിക്കും. ഓക്കെ. ബാക്കിയുള്ള പ്ലേസസ് എന്ന് പറഞ്ഞാൽ യൂസർ പ്ലേസസ് കാണുമായിരിക്കും. സോ യൂസർ പ്ലേസസും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് പാസ് ചെയ്യും. അത് നമ്മൾ പാസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ബാക്കി സ്പ്രെഡ് ഓപ്പറേറ്റർ ആയിട്ട് സെറ്റ് ചെയ്തങ്ങ് കൊടുക്കും. ഓക്കെ. ഇനി ഞാനിത് സേവ് ചെയ്ത് നോക്കാം. പക്ഷെ സേവ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ ട്രൈ ക്യാച്ചിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇപ്പോൾ ഈ APIയിൽ എറർ അടിക്കുകയാണെങ്കിൽ നേരെ ഇത് ക്യാച്ചിലേക്ക് പോകണം. ഓക്കെ. നേരത്തെ മുന്നേ നമ്മൾ ഗെറ്റിന്റെ മെത്തേഡ് നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ. ഇവിടെ നമ്മൾ ക്യാച്ചിന് ഇവിടെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇവിടെയും ട്രൈ ക്യാച്ച് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. ഓക്കെ. ക്യാച്ച് ഇവിടെ നമ്മളെ console.log ഇങ്ങനെ ട്രൈ ക്യാച്ചല്ലേ നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുക. നമ്മളിവിടെ സേവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. F12 എടുക്കുക, നെറ്റ്വർക്കിനകത്ത് നോക്കാം. സോ നമ്മളെ പ്ലേസ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ API വിളിക്കും. അതായത് പുട്ട് മെത്തേഡ് API നമ്മളവിടെ വിളിക്കും. സോ പ്ലേസസ് ലോഡായി വരട്ടെ. ഞാൻ ഫസ്റ്റ് ഒരെണ്ണം എടുത്തു, പുട്ട് APIയിൽ വിളിച്ചു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഡേറ്റ പാസ് ചെയ്യുന്നത്. റെസ്പോൺസ് യൂസർ പ്ലേസസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാണ് വന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ എന്നിട്ട് സെലക്ട് ഇവിടെ ആയിട്ടുണ്ട്. പുട്ട് മെത്തേഡിൽ ഇവിടെ നമ്മൾ ആ സെലക്ട് ചെയ്ത പ്ലേസസിനും പിടിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ app.jsനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന മെസ്സേജ് ആയിരിക്കും യൂസർ പ്ലേസസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ്. നമുക്ക് യൂസർ പ്ലേസസ് .jsonലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ട ഈ ഫയലിനകത്തോട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസസ് എല്ലാം ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ പുട്ട് മെത്തേഡ് നമ്മൾ API എങ്ങനെ ചെയ്യുന്നത് നമ്മളിവിടെ നോക്കി. ഓക്കെ. സോ ഇനി അടുത്ത നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടാസ്ക് തരാം. അതായത് ഈ സെലക്ട് ചെയ്ത പ്ലേസസ് എനിക്ക് റീഫ്രഷ് ചെയ്യുമ്പോഴും ഈ പ്ലേസസ് എനിക്ക് ഇവിടെ കാണിക്കണം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ പ്ലേസസ് എല്ലാം പോയി. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പ്ലേസസ് എല്ലാം ഈ ഫയലിനകത്തോട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ അപ്ഡേറ്റ് ചെയ്ത ഫയൽ, ഈ അപ്ഡേറ്റ് ചെയ്ത പ്ലേസസ് എല്ലാം
എനിക്ക് റീഫ്രഷ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണണം. ഓക്കെ. അത് നിങ്ങൾക്ക് ചെറിയൊരു ടാസ്ക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിരിക്കും. ഓക്കെ. സോ എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ ബൈ.